എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ മലപ്പുറം ജില്ലയിൽ വലിയ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം മലപ്പുറത്തിൻ്റെ നേതാവും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മന്ത്രിയുമായ വി അബ്ദുറഹ്മാൻ ചേരുന്നുണ്ട്. മലപ്പുറത്ത് വലിയ ആവേശമാണ് സ്വീകരണത്തിൽ വരുന്നത്. ഓരോ കേന്ദ്രങ്ങളും സാധാരണ മലപ്പുറം UDFൻ്റെ പ്രധാനപ്പെട്ട കോട്ടകൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ആ കേന്ദ്രങ്ങളിൽ പോലും വലിയ ജനസഞ്ചയമാണ് ജാഥയെ വരവേൽക്കാൻ വേണ്ടി എത്തുന്നത്. ജനാധിപത്യ കേരളം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജില്ലയിൽ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വീകാര്യത. പ്രത്യേകിച്ച് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം 57 മുതലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയും അധികം മലപ്പുറം ജില്ലയ്ക്ക് വികസനത്തിൻ്റെ പങ്ക് ലഭിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഗതാഗത സൗകര്യങ്ങളിൽ വന്നിട്ടുള്ള വർധനവ്, മറ്റ് ആശുപത്രികളായാലും വിദ്യാലയങ്ങളും ഇത്തരത്തിൽ ധാരാളം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം തന്നെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും ഈ ജാഥകൾ വരുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. മറ്റ് 2 ജാഥകൾ അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട പ്രചരണങ്ങൾ നടക്കും. ഇത് BJPയുടേതാണ്. പുതിയ കേരളം എന്നാണ്. പുതിയ കേരളം സൃഷ്ടിച്ചുകൊണ്ടാണ് 10 വർഷമായി ഈ മുന്നണിയും ഈ ഗവൺമെൻറ്റും ഇവിടെ അധികാരത്തിൽ നിൽക്കുന്നത്. മറ്റൊരു നവയുഗം എന്നാ പറയുന്നത്. നവയുഗത്തിലാണ് നമ്മളുള്ളത്. ഒരു പുതിയ യുഗത്തിലേക്കുള്ള എല്ലാ മുൻകരുതലും ഈ ഗവൺമെൻറ് എടുത്തു, അത് നടപ്പിലാക്കി എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമ്മൾ ആരംഭിച്ചുള്ള അവയവ മാറ്റ ശസ്ത്രക്രിയയുള്ള പുതിയ കെട്ടിടം, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുള്ള എന്തെല്ലാമാണോ വരാൻ പോകുന്ന ലോകത്ത് മനുഷ്യർക്ക് ആവശ്യമുള്ളത് അതെല്ലാം തന്നെ കേരളത്തിൽ നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. സയൻസ് പാർക്കായാലും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു ജനതയാണ് ജില്ലയിലുള്ളത്. പക്ഷേ ഇതിനെ തോൽപ്പിക്കാൻ വർഗീയപരമായിട്ട് വലിയ പ്രചരണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, വീടുകൾ കയറി പോലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. പക്ഷേ അതിനെ തോൽപ്പിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം ഒന്നിച്ച് മുന്നോട്ട് വരും. ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷ വിഭാഗത്തിൽക്കും പെട്ടവർക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യാതിരുന്നിട്ടുള്ളതെന്നുള്ളതാണ്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു മതവിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഈ ഗവൺമെൻറ് കാലത്തുണ്ടായിട്ടില്ല. അത് സംരക്ഷിക്കുന്ന നിലപാടുകൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമുള്ളൂ, ഒരു വർഗീയ കലാപം പോലും കഴിഞ്ഞ 10 വർഷമായി ഈ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിന് പുറത്തുള്ള സ്ഥിതി എന്താ? 100 കണക്കിന് വർഗീയ കലാപങ്ങളാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷമായാലും മുസ്ലിം ന്യൂനപക്ഷമായാലും അവർക്കെതിരായുള്ള കൊലപാതകം, വീടുകളിൽ വന്ന് ബുൾഡോസർ കയറ്റുന്ന രീതി, ഇതെല്ലാം പ്രാചീനമായ ഇത്തരം രീതിയിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടന്നപ്പോൾ കേരളം എന്നും മനുഷ്യനെ ബഹുമാനിച്ചുകൊണ്ട് അവൻ്റെ പ്രശ്നങ്ങളിൽ അവനെന്താണോ അവനാവശ്യം, താഴേക്കടയിലുള്ള ആളുകൾക്ക് പട്ടിണി മാറ്റുന്ന, അവന് ചികിത്സ ലഭിക്കുന്ന ഈ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു. തീർച്ചയായും ഇത് മനസ്സിലാക്കുന്ന വലിയൊരു സമൂഹം കേരളത്തിലുണ്ട്. അവർ ഈ ജാഥയെ സ്വീകരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ക്ഷീണം ഈ വരുന്ന നിയമസഭാ ഇലക്ഷനോട് കൂടി പരിഹരിക്കപ്പെടും. മലപ്പുറത്തെ സീറ്റുകളൊക്കെ LDF നിലനിർത്തും. നോക്കൂ, ഈ തദ്ദേശ തല തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള ഒരു ഫലം എന്നുള്ളത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്ന ഒന്നല്ല. അതിൽ നിരവധി ഉദാഹരണം തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ മുൻകാലങ്ങളിൽ നടന്ന ഇലക്ഷനുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ കേരളത്തിൻ്റെ ഭരണം എന്നുള്ള മറ്റ് പ്രാദേശിക ഭരണകൂടം പോലെയല്ല, സംസ്ഥാനത്തിൻ്റെ ഭരണകൂടം സെക്യൂറാണ്. ജനങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് ആവശ്യമായുള്ള സുരക്ഷ നൽകുന്ന, പ്രത്യേകിച്ച് BJP സർക്കാർ പോലുള്ള കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൽ നിന്നുള്ള നിരവധി അനുഭവങ്ങൾ കണ്ടും കേട്ടും വായിച്ചറിഞ്ഞവരാണ് കേരളത്തിലെ ആളുകൾ. എന്തുകൊണ്ടും കേരളത്തിൽ ശക്തമായൊരു ഗവൺമെൻറ് വരണം, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെൻറ് വരണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഇതിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം എന്നുള്ളത്. ഇപ്പോൾ മലപ്പുറത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് LDF സർക്കാർ നടപ്പിലാക്കിയതെന്നാണ് മന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ഈ ജാഥ സ്വീകരണം ഉൾപ്പെടെ വലിയ മുന്നേറ്റം, LDFൻ്റെ വലിയ മുന്നേറ്റമായി മാറുമെന്നും അദ്ദേഹം പറയുന്നു. താനൂരിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം PV കുട്ടൻ.